വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ്സ് ബൈ മേഘ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് റീത്താണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു എംബ്രോയിഡറി ഹൂപ്പാണ്. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, റൗണ്ടിലുള്ള എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഈ ഒരു ടൈപ്പ് ഗാർലൻഡ് ആണ്. ഇത് പല കളറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഗ്രീൻ ആണ്. ഇതിന് ലെങ്ത് കുറച്ച് കൂടുതലാണ്. നമുക്ക് ലെങ്ത് കുറച്ച് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇതിൻ്റെ റേറ്റ് 150 ആണ് ഞാൻ വാങ്ങിച്ചത്. ഇതേപോലെ തന്നെ വേറൊരു ഐറ്റം കൂടിയുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50 രൂപയാണ്. ഇത് ഗാർലൻഡ് സ്ട്രിങ്സ് അങ്ങനെയൊക്കെ ഇതിന് പറയുന്നതാണ്. ആദ്യം കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തിക്നെസ് ഉള്ളതാണ്. ഇത് തിക്നെസ് കുറവാണ്. അപ്പം നമുക്കിവിടെ ആദ്യം ഞാൻ കാണിച്ചതാണ് എടുക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു എംബ്രോയിഡറി ഹൂപ്പിലേക്ക് നമുക്ക് ഇതൊന്ന് ചുറ്റിക്കൊടുക്കാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നേരിയൊരു കമ്പി പോലുള്ള ഒരു ടൈപ്പിലാണ് ഇത് വന്നേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒട്ടിക്കുകയോ അതുപോലെ തന്നെ കെട്ടിയിടുകയോ അങ്ങനെ ഒന്നും വേണ്ട. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുട്ടി കൊടുത്താൽ മതി. കുറച്ച് അടുത്തടുത്ത് ചുറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയും ഭംഗിയാണ്. ഇവിടെ ഞാൻ ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെക്കറേഷനൊക്കെ നമുക്ക് ഇതിലേക്ക് കൊടുക്കാം. ഇവിടെ മറ്റേതും കൂടെ ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ഏതാണെന്നുണ്ടെങ്കിലും ഭംഗിയാണ്. അടുത്തതായിട്ട് ഞാൻ ഇതുപോലുള്ള ഐറ്റംസ് ആണ് എടുത്തേക്കുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ളതാണ്. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഓറഞ്ച് കളക്ഷൻസ് എന്നാണ്. ഓറഞ്ച് കളക്ഷൻസിലെ എല്ലാ ക്രാഫ്റ്റ് മെറ്റീരിയൽസും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഞാൻ വാങ്ങിച്ചേക്കുന്ന ഐറ്റം ആണ് ഇത്. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു ക്രിസ്മസ് റീത്ത് ഉണ്ടാക്കേണ്ടതുകൊണ്ട് ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത്രയും കളേഴ്സാണ് ഞാൻ ഇതിൽ വാങ്ങിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. ഇത് കുഞ്ഞ് ബഡിന്റെ ഒരു മോഡലിലാണ് നിൽക്കുന്നത്. അപ്പൊ ഓരോന്നോരോന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതും ഞാനിവിടെ സ്റ്റിക്ക് ചെയ്യുക, കെട്ടിയിടുക ഒന്നും ചെയ്യുന്നില്ല. ആദ്യം ഞാനിവിടെ ഈ ഒരു ഗാർലൻഡ് ചുറ്റിയെടുത്തില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൻ്റെ ഉള്ളിലും ചെറിയൊരു നേരിയൊരു കമ്പിയാണ് വരുന്നത്. ഈ ഫ്ലവർ മേക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റീൽ ടൈപ്പ് ഒരു കമ്പി കണ്ടിട്ടുണ്ടാകും. അതാണ് ഇതിലും വരുന്നത്. അപ്പം ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇവിടെ. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന നമ്മുടെ ക്രിസ്മസ് സാന്റ, സ്റ്റാർ, ബെൽ അതൊക്കെയാണ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതും ഞാൻ ഓറഞ്ച് കളക്ഷനിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഒരുപാടൊന്നും വെക്കുന്നില്ല കേട്ടോ, ഇതെല്ലാം വെയിറ്റ്ലെസ് ഒക്കെ തന്നെയാണ്. അപ്പം എത്രത്തോളം വെക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ലാസ്റ്റ് ആയിട്ട് ഇതും കൂടെ ഞാൻ ഇതിന്റെ അടിയിലൊന്ന് ഹാങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു സാന്റയുടെ ഡിസൈനിലൊരു ഹാങ്ങിങ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മെറി ക്രിസ്മസ് എന്നുള്ളതും കൂടെ ചെയ്യാം. പക്ഷേ അത് ഇതിലേക്ക് വെക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ വെയിറ്റ് വരും. സോ ഞാൻ അത് ചെയ്യുന്നില്ല. ഇവിടെ നമ്മുടെ ക്രിസ്മസ് റീത്ത് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഫൈനലായിട്ട് ഇത് ഞാൻ എൻ്റെ ഡോറിലൊന്ന് ഹാങ് ചെയ്തിട്ട് കാണിച്ചു തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാങ് ചെയ്യാനായിട്ടും ഇവിടെ ഒരു ചെറിയൊരു നൂല് വെച്ചിട്ടാണ് ഞാനിതൊന്ന് ഹാങ് ചെയ്യുന്നത്. എന്നിട്ട് ഡബിൾ സൈഡ് സ്റ്റിക്കർ കൊണ്ടാണ് ഈ ഡോറിലേക്ക് ഹാങ് ചെയ്തിടുന്നത്. അപ്പോൾ ആ ഹാങ്ങിങ്ങിൻ്റെ അവിടെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആ ഒരു മെറി ക്രിസ്മസിൻ്റെ അത് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് സ്റ്റിക്ക് ചെയ്യുന്നത്. നല്ല ക്യൂട്ടായിട്ടില്ലേ? അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ നൈറ്റ് വ്യൂ ആണ്. ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് കോർക്ക് ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് അത് ഓൺ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ട്രൈ ചെയ്തെടുക്കാവുന്ന ക്രിസ്മസ് റീത്ത് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.